അല്ല കൊച്ചമ്മ, അത് പറയാനട്ടെ, ആ പൃഥ്വിരാജ് ആട് ജീവിതത്തിൽ പോയതുപോലെ മരുഭൂമിയിൽ വല്ലതും പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അവസാനമായിട്ടൊന്ന് കണ്ടിട്ട് വരണം കൊച്ചമ്മ. എന്റെ തലയിൽ തേങ്ങ വീഴുന്നില്ലല്ലോ ഭഗവാനെ. നാക്കടുത്തുള്ള നിനക്ക് നല്ല വർത്താനം വരുത്തില്ലടാ. ആട് ജീവിതത്തിന് പോയവരൊക്കെ തിരിച്ചു വന്ന് അവനവന്റെ ജീവിതം നോക്കി കഴിയുമോ ഇവിടെ അന്തസ്സായിട്ട്? അല്ല കൊച്ചമ്മ, അമ്മയും മോനും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ആണോ? ആ, അങ്ങനെ ഇപ്പൊ കാണണ്ട, മനസ്സിലായില്ലേ? അവന് കാണണ്ടെങ്കിൽ എനിക്ക് തീരെ കാണണ്ട. ശരി കൊച്ചമ്മ. പിന്നെ കൊച്ചമ്മ, ഞാൻ പോയി പ്രതീക്ഷ എടുത്ത് ടാറ്റയും പറഞ്ഞ് ഗൾഫ് പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞിട്ട് വേട്ടാ. എന്തോന്നിന്റെ ഗൾഫ് പ്രോഗ്രാമിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ പ്രോഗ്രാമോ? ആർക്ക്? എനിക്കേ. എന്തോ പ്രോഗ്രാം? ഗൾഫ് പ്രോഗ്രാം, പാടാനുള്ള ഗാനങ്ങൾ അവതരിപ്പിക്കാനുള്ള പരിപാടി. എന്റെ പൊന്നെ, ഈ നാട്ടിലുള്ളവരെ ദ്രോഹിക്കുന്നത് പോരായോടാ, ഇനി അവിടെ ചെന്ന് കഷ്ടമുണ്ട് കേട്ടോ. അയ്യോ അങ്ങനെയല്ലേ കൊച്ചമ്മ, ഞാനേ അതിനു വേണ്ടിട്ട് അറബി പാട്ട് വരെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അറബി പാട്ട്? അറബി പാട്ട് കേൾക്കണം. പാട്ട് അഴകിയല്ല ഓ ഇവളത് സ്റ്റൈല ഓ അടടാ പൂവിൻ മാനാടാ ഓ അറബി ഇവിടെ ഇതിലെ ലൈല അറബി വാക്കാണ്. ലൈല, അത് മാത്രം അറബി, ബാക്കിയെല്ലാം മലയാളം. ഇതാണ് നീ അറബിയായിട്ട് ഇവിടെ പാടാൻ പോകുന്നത്. ചെറുക്ക ജീവനോടെ തിരിച്ചു വരില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു ലൈല അറബി. അപ്പൊ ഞാൻ പോണ്ട? വേണ്ട, പോണ്ടതിനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ പണി കിടപ്പുണ്ട്. ആ ചെന്ന് അതൊക്കെ അങ്ങോട്ട് തീർക്കാൻ നോക്ക. ഓ അല്ല പശു കുഞ്ഞെ, വിഷമം തോന്നരുത്, ഞാൻ വരുന്നില്ല ഏട്ടാ. അണ്ണ എവിടെ വരുന്നില്ലെന്ന്? അല്ല പ്രതീക്ഷ കുഞ്ഞിനെ യാത്ര അയക്കാനായിട്ടേ ഞാൻ വരുന്നില്ല. അതിന് അണ്ണനെ ഞാൻ വിളിച്ചില്ലല്ലോ. അല്ല വിളിച്ചില്ല, പക്ഷെ വിളിച്ചാൽ ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞിന് വിഷമാവൂലേ, അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞത്. അണ്ണൻ വന്ന എങ്ങനെ ശരിയാവും? അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് അണ്ണനെ കൊണ്ടുപോകണില്ല. ശരി, അപ്പൊ ഞാൻ പിന്നെ അകത്തോട്ട് നിൽക്കാം. അതെ അതെ, അവന് പ്രോഗ്രാം നടത്താൻ അറബി പാട്ട് പഠിച്ചോണ്ടിരിക്കാൻ അവിടെ. ഞാൻ അന്വേഷിച്ചായിട്ടെങ്കിലും കേട്ടാ പറയാം കൊച്ചമ്മ, ഞാൻ അകത്തോട്ട്. അയ്യോ ചെന്നാട്ട്. സന്തോഷം കേട്ടാ. അല്ലമ്മ, അമ്മ വരുന്നില്ലെന്ന് ഉറപ്പിച്ചോ? എന്തിനാടാ ഞാൻ വരുന്നത്? അവൻ എന്നെ കാണണ്ടല്ലോ, അതുകൊണ്ടല്ലേ അങ്ങ് പോയത്. പിന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ മോനോട് പറയാം, അവൻ അങ്ങോട്ട് പോയ അതേ സ്പീഡില് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ച് ഇങ്ങോട്ട് ഇനി പോരും, അതെനിക്കറിയാം. എങ്കിൽ ശരിയമ്മ, ഞങ്ങൾ പോയിട്ട് വരാം. ആ ശരി. അവനെ സുരഭിയെ കണ്ടാലേ അവളോട് വരാൻ പറയേ. അവനില്ലാന്നും പറഞ്ഞ അവള് വരാതിരിക്കണ്ട. ശരിയമ്മ, ഞാൻ പറയാം. ശരി. പിന്നെ നമ്മൾ എയർപോർട്ടിൽ പോകുന്നു, അവിടെ വെച്ച് ചെറിയച്ഛനെ കണ്ട് ബായ് കാണിക്കുന്നു, നേരെ തിരിച്ചു വരുന്നു. അല്ലാതെ അവിടെ നിന്റെ ചൊറിയമ്മ കാണാൻ നേരത്തെ ചൊറിയമ്മ വീട്ടിലോട്ട് വരുന്നില്ലേ, ഞങ്ങളുടെ കൂടെ വായോ എന്നൊന്നും പറയാൻ നിന്നേക്കരുത്. ഞാൻ കേട്ടമ്മ, അമ്മ എത്രാമത്തെ പ്രാവശ്യം പറയുന്നത്? 10-20 വട്ടം പറഞ്ഞു തന്നാലും നീ അനുസരിക്കില്ല, അതുകൊണ്ടാണ് ഈ വീണ്ടും 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 പറഞ്ഞു വന്നോണ്ടിരിക്കുന്നേ. അമ്മയ്ക്ക് എന്താ ചെറിയമ്മ ഇവിടെ പറഞ്ഞാൽ ഇത്ര ഇഷ്ടക്കേട്? എനിക്കെന്ത് ഇഷ്ടക്കേട്? എനിക്കൊന്നുമില്ല. അതൊക്കെ എനിക്ക് അറിയാം. എന്തറിയാന്ന്? ചെറിയമ്മ ഇവിടെ വന്ന അമ്മയ്ക്ക് സെക്കൻഡ് പൊസിഷൻ ആയി പോകുന്നുള്ള പേടിയല്ലേ? ഇതാരാ പറഞ്ഞേ? അതിനിപ്പോ ആര് ഇവിടെ വന്ന് എന്ത് കാണിച്ചാലും ഈ ലക്ഷ്മി തന്നെയാണ് നമ്പർ 1 പൊസിഷൻ. എന്തോ നടിച്ചിരിക്കുന്നേ? ദേ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അത് കൊള്ളാം, മനുഷ്യന് ചിരിക്കാനും പാടില്ലേ? നീ ചിരിച്ചോ? അല്ലേലും നിനക്കും നിന്റെ അച്ഛനും എന്നെ യാതൊരു വിലയില്ല. ഞാൻ ഇല്ലാതാവുമ്പോഴേ നിങ്ങൾ രണ്ടും അത് പഠിക്കും. എന്തോന്നാണ് രാവിലെ അമ്മയും മോളും കൊണ്ട് ഒരു വഴക്ക്? നിങ്ങളുടെ മോളെ ഞാൻ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തുന്നതിന് അവൾ എനിക്ക് കൂലി തന്നോണ്ടിരിക്കുക. മനസ്സിലായില്ല? മനസ്സിലാക്കണ്ട, അല്ലേലും നിങ്ങൾ അച്ഛനും മോക്കും ഞാനൊരു കോമഡി പീസാണല്ലോ. അല്ല, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.